ഇന്നത്തെ റെസിപ്പി സേമിയ കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അറിയണ്ടേ? അപ്പോൾ അതിനായിട്ട് ആദ്യം സേമിയ വേവിച്ചെടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം തിളക്കുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സേമിയ വേവിച്ചത് ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതാ ഇപ്പോൾ സേമിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിക്കാം. നമുക്കിത് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ സേമിയ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തീരെ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് നുറുക്കിയെടുത്തത് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കറുത്ത സേമിയ റെഡിയായി. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ടേസ്റ്റിയായ സിമ്പിളായ റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.